പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർന്നേക്കുമെന്ന സൂചന. വിമത നീക്കം സജീവമാക്കി ഘൃതപ്രത ബാനർജി. ഘൃതപ്രത സ്പീക്കറെ കണ്ട് 58 എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന് കത്ത് നൽകി. അതിനിടെ തൃണമൂൽ കോൺഗ്രസിന്റെ നില പരിങ്ങലിലായതോടെ മുഴുവൻ കമ്മിറ്റികളും മമതാ ബാനർജി പിരിച്ചുവിട്ടു. TMC ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന ഭാരവാഹികളെയും ഒഴിവാക്കി പോഷക സംഘടന കമ്മിറ്റികളെയും പിരിച്ചുവിട്ടു. വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ടായത്. അതിനു പിന്നാലെ ഇത്തരത്തിൽ വലിയൊരു പിളർപ്പ് എന്നുള്ളൊരു സൂചന ലഭിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, 1998 ജനുവരി 1 തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി രൂപീകരിക്കുന്നത്. അതിനുശേഷം 28 വർഷങ്ങളാകുന്നു പാർട്ടി രൂപീകരിച്ചിട്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇതുപോലൊരു പ്രതിസന്ധി ആ പാർട്ടി അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും നേരിട്ടിട്ടില്ല. അത്രത്തോളം രൂക്ഷമായൊരു പ്രതിസന്ധി അല്ലെങ്കിൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ തകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റെങ്കിലും 80 MLA-മാർ പാർട്ടിക്കുണ്ടായിരുന്നു, TMCക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 58 MLA-മാരുടെയും പിന്തുണ വിമതപക്ഷത്തിനാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഋതപ്രത ബാനർജിയാണ് ഇപ്പോൾ ആ വിമത നീക്കത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. ഋതപ്രത ഇന്ന് സ്പീക്കറെ കണ്ട് 58 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള സംയുക്ത കത്ത് സ്പീക്കർക്ക് കൈമാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവാൻ 58 MLA-മാർ തന്നെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഋതപ്രത പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥ TMC തങ്ങളാണ് എന്നുകൂടി അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മമതാ ബാനർജി തിരക്കിട്ട് ഇപ്പോൾ പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും പിരിച്ചുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള മുഴുവൻ കമ്മിറ്റികളും പിരിച്ചുവിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ യുവജന വിദ്യാർത്ഥി സംഘടന, പോഷക സംഘടനകളുടെയും കമ്മിറ്റികൾ പൂർണ്ണമായും പിരിച്ചുവിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ എന്താണ് യഥാർത്ഥത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്ന് കണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് വീണ്ടും പുതിയ പുനഃസംഘടന ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മമതാ ബാനർജി വ്യക്തമാക്കുന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസ് അതിൻ്റെ ഒരു പിളർപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ അത് ഇന്ന് തന്നെ അതിൽ ആ പിളർപ്പ് പൂർണ്ണമായും സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വളരെ ചുരുക്കം MLA-മാർ മാത്രമാണ് മമതാ ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഏതാണ്ട് 20 MLA-മാർ മാത്രമാണ് ഇപ്പോൾ മമതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഋതപ്രതയ്ക്കൊപ്പമുള്ള ഈ വിമത നീക്കത്തിന് പിന്നിൽ BJP-യുടെ ഒരു മൗനാനുവാദമുണ്ട് അല്ലെങ്കിൽ ആശീർവാദമുണ്ട് എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും 2023 സമാനമായി മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലൊരു നീക്കം ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അന്ന് ശിവസേനയെ പിളർത്തി മറ്റൊരു വിഭാഗം ഉണ്ടാക്കി. ശിവസേന ഷിൻഡെ വിഭാഗമായി അവർ പൂർണ്ണമായും ആ പാർട്ടിയെ പിളർത്തി വിമതർ തന്നെ പാർട്ടിയുടെ പ്രധാന ആളുകളായി നേതാക്കളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിന് സമാനമായ തരത്തിൽ തന്നെ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും വിമതരുടെ കൈപ്പിടിയിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പാർട്ടി ചിഹ്നവും പാർട്ടിയുടെ ഔദ്യോഗിക പേരും പോലും ഒരുപക്ഷെ മമതാ ബാനർജിയിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരിൽ നിന്ന് തട്ടിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്രത്തോളം വളരെ സംഭവവിലമായ തരത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷവും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഖില.